റാഗിങ് എന്ന് കേട്ട് കാണും. അപ്പൊ ഞാൻ ഇന്ന് അതിന്റെ ഒരു ഗേൾസ് വെർഷൻ പറഞ്ഞുതരാം. പൊതുവെ ഈ +1 +2 ടൈമിലാണ് ഈ റാഗിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ എന്റെ കാര്യത്തിൽ +1 +2 ഉണ്ടാവില്ല എന്ന് അറിയുന്നോണ്ടാവും 8ൽ കാലുകുത്തിയ മുതലേ റാഗിങ് ആണ്. കഥ ഇങ്ങനാണ്. ഞാൻ 8ൽ പഠിക്കുമ്പോഴാണ് എന്റെ 9th ബാച്ചും 10th ബാച്ചും എന്നെ റാഗ് ചെയ്യുന്നത്. ഇത് അവരുടെ ഭാഷയിൽ റാഗിങ് ആണേലും എന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മനുഷ്യനെ ഇടങ്ങേറാക്കാന്ന് വേണം പറയാൻ. 10th-നേക്കാളും 9th-കാരായിരുന്നു പ്രശ്നക്കാര്. അന്ന് ഗേൾസിന്റെ യൂണിഫോമിന്റെ പാന്റ് ടൈറ്റ് ആക്കലായിരുന്നു ട്രെൻഡ്. അങ്ങനെ ഞാനും ടൈറ്റ് ആക്കി. ഇതായിരുന്നു പലതിന്റെയും തുടക്കം. അങ്ങനെ ഇതിനെ ചൊല്ലി ഇവരെല്ലാം ഗ്യാങ് ആയിട്ട് വരും. എന്നിട്ട് വന്നിട്ട് എന്നെ തടഞ്ഞു വെക്കും, മക്കാറാക്കും. അങ്ങനെയും ഞാനാണെങ്കിൽ ഒന്നും മിണ്ടാതെ വാ അടിച്ചിരിക്കും. പിന്നെ ഇത് നല്ലോണം കൂടി തുടങ്ങി. ക്ലാസ്സിൽ പോകുന്നതേ ഇഷ്ടമല്ലാണ്ടായി മാറി. എന്നാലും പുറത്തിറങ്ങിയാലല്ലേ പ്രശ്നം എന്ന് വിചാരിച്ച് ക്ലാസ്സിൽ തന്നെ ഇരിക്കും. എന്നാലും അന്നേരം ക്ലാസ്സിന്റെ ഫ്രണ്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ ഒരു വർഷം കടന്നുപോയി. അങ്ങനെ 9th-ലേക്കായി. 9th ആയിട്ടും വെറുതെ വിടാനുള്ള ഉദ്ദേശമില്ല ഇവൾക്ക്. ഒന്ന് എതിർക്കാനും പോലും വയ്യാണ്ട് നിൽക്കും ഞാനും എന്റെ ഫ്രണ്ടും. അവളാണെങ്കിൽ എന്റെ അത്രയും നാവില്ലാത്ത ഒരാളാണ്. പിന്നാണെങ്കിൽ സഹി കെട്ട് തുടങ്ങി. ക്ഷമിച്ച് ക്ഷമന്റെ നെല്ലിപ്പല കണ്ടെന്ന് പറയൂലേ, ആ ഒരു അവസ്ഥയിലെത്തി. അങ്ങനെ ഞാൻ ഫിക്സ് ചെയ്തു, ഇനി എന്തേലും പറഞ്ഞാലും ഉറപ്പായിട്ട് ഞാൻ തിരിച്ചു പറയുന്നുള്ളത്. അങ്ങനെ ഇതെല്ലാം ഫിക്സ് ചെയ്ത് അന്ന് സ്കൂളിലേക്ക് പോയപ്പോ എന്നോട് ഇതുപോലെ എന്തോ പറഞ്ഞു. ഞാൻ തിരിച്ച് നീ പോടീന്ന് മാത്രം പറഞ്ഞു. ആ സമയത്ത് അവളുടെ അപ്പുറത്ത് വേറൊരു കുട്ടി ഉണ്ടായിരുന്നു. എന്നോട് നീ വലിയ വർത്താനൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. അത് പറയാൻ നീ ആരാന്ന് ചോദിച്ചു ഞാൻ വേഗം അവിടുന്ന് വിട്ടു. അതേ പിന്നെ എനിക്ക് നിലത്ത് നിൽക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ കുറച്ചു കാലത്തേക്ക് വീണ്ടും കുറെ പ്രശ്നങ്ങളായി. നിങ്ങൾക്ക് ആർക്കെങ്കിലും റാഗിങ് എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം.